ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ നമുക്ക് ഒരു ദിവസം കൂടി കർത്താവ് ദാനമായിട്ട് തന്നു. നമുക്ക് ഈ ലോക ജീവിതയാത്രയിൽ നാം അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ അത് നമുക്ക് നിത്യത്തിലേക്ക് വലിയ നഷ്ടം വരുത്തിവെക്കും. ഈ ലോക ജീവിതത്തിൽ നാം അറിയേണ്ട ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. ഈ ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ ജ്ഞാനം ദൈവീക ജ്ഞാനമാണ്, ദൈവത്തെ അറിയുക. എന്നാൽ നമുക്കറിയാം, എവിടെയെങ്കിലും സ്കൂളിലോ കോളേജുകളിലോ അങ്ങനെയുള്ള മറ്റെവിടെയെങ്കിലും ദൈവത്തെക്കുറിച്ചുള്ള ആ അറിവ് നമുക്ക് ലഭിക്കാറില്ല. ഈവൻ മതങ്ങളിൽ ചെന്ന് കഴിഞ്ഞാലും അവർ ആ മതത്തിൻ്റെ ദൈവത്തെക്കുറിച്ചല്ലാണ്ട് യഥാർത്ഥ സത്യദൈവം ആരാണെന്ന് നമുക്ക് അവിടെ അറിയാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഓരോ വ്യക്തികളും യഥാർത്ഥ സത്യദൈവത്തെ തിരിച്ചറിയുക എന്നുള്ളത് വളരെ വിലപ്പെട്ട കാര്യമാണ്. ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരാതെ ഒരിക്കലും നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയില്ല. അതൊരു വലിയ പരമാർത്ഥമാണ്. എന്നാൽ ദൈവത്തെ വെളിപ്പെട്ട് കിട്ടിയവർ അവർ മറ്റുള്ളവരോടും ആ സത്യം പറയുക എന്നുള്ളത് നമ്മുടെ വലിയൊരു കർത്തവ്യമാണ്. അതുകൊണ്ട് ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്, ആ ദൈവം ആരാണ് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചില ദിവസങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ക്ലാസ്സുകളിൽ. അപ്പോൾ ഞാൻ പ്രത്യേകമായിട്ടും ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മളിപ്പോൾ ത്രിയേക ദൈവം എന്നുള്ളതിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുത്രനായ ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഈ ത്രിയേക ദൈവം എന്നുള്ളത് വാസ്തവമായും അത് ജനങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന ഒരു മർമ്മം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ത്രിയേക ദൈവം എന്ന ഒരു വാക്ക് ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ത്രിയേക ദൈവത്തെക്കുറിച്ച് നമുക്ക് അറിവ് തരുന്ന അനേക വാക്യങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു നല്ല പഠനം നമുക്കുണ്ടായിരിക്കണം. കാരണം അതിൻ്റെ ആ യാഥാർത്ഥ്യം ശരിയായി അറിയുകയും അതിനെ ശരിയായി അനുഭവമാക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അത് ദൈവം തന്നെ വെളിപ്പെടുത്തി തരണം. ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ മാത്രമേ നമുക്കത് ഗ്രഹിക്കാൻ കഴിയുള്ളൂ. ഈ ഞാൻ പറഞ്ഞല്ലോ, ദൈവിക ത്രിത്വത്തെക്കുറിച്ചില്ല. അതുപോലെ തന്നെ റപ്ചർ അല്ലെങ്കിൽ ഉൽപ്രാവണം എന്നൊരു വാക്ക് ബൈബിളിലില്ല. എന്നാൽ ഉൽപ്രാവണം സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ ബൈബിളിൽ വളരെ വ്യക്തമായിട്ടുമുണ്ട്. അപ്പോൾ അത് കർത്താവിൻ്റെ രഹസ്യവരവ്, പരസ്യവരവ്, ആ രഹസ്യവരവിനാണ് ഉൽപ്രാവണമെന്ന് നാം പറയുന്നു. അത് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16, 17, 18 വാക്യങ്ങളൊക്കെ അത് കർത്താവിൻ്റെ രഹസ്യവരവിനെ കാണിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് പെട്ടെന്ന് അത് 1 കൊരിന്ത്യർ 15:51 അതുപോലെ ഫിലിപ്പിയർ 3:21 ഒക്കെ നമ്മൾ വായിക്കുന്നത് ആ ഉൽപ്രാവണത്തിലുള്ള വരവിനെക്കുറിച്ചുള്ള കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ പിന്നീട് വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഞാൻ പറയാൻ കാരണം, ഇവിടെ ഈ ത്രിയേക ദൈവ നിഷേധം അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഒരു ഭാഗികമായിരിക്കുന്ന വളരെ കുറച്ച് ഒരു അറിവ് മാത്രമേ പലർക്കും ഉള്ളൂ എന്നുള്ളതാണ്. ഈ അറിവ് നമ്മൾ ശരിയായ നിലയിൽ പ്രാപിക്കണം, എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ശരിയായ ലാഭം ലഭിക്കുകയുള്ളൂ. അപ്പം ഞാനൊരു ഉദാഹരണം, നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളൊരു ഉദാഹരണം തന്നെയാണ്, ഒരു പുതിയ ഉദാഹരണമൊന്നുമല്ല. ഒരിക്കൽ 3 കുരുടന്മാർ അവരാനയെ കാണാൻ പോയ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പം പിന്നെ ഒരാൾ കൊണ്ടുപോയി, ഇതാ ഇവിടെ ഒരു ആന ഉണ്ട് എന്ന് പറഞ്ഞ് അവരെ അവിടെ കൊണ്ടുപോയി ആക്കി. അതിലൊരാൾ പോയിട്ട് പിന്നെ ആ ആനയുടെ കാലാണ് പിടിച്ചത്. കാല് തപ്പി നോക്കി. എന്നിട്ട് അയാൾ പറഞ്ഞു, ആനയെന്ന് പറഞ്ഞാൽ തൂണ് പോലെ ഇരിക്കും. ആന എങ്ങനെ ഇരിക്കും? തൂണ് പോലെ ഇരിക്കും. അല്ല, അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ? കാരണം അദ്ദേഹത്തിന് അത്രേ കാണാൻ പറ്റുള്ളൂ, അദ്ദേഹത്തിന് അത്രേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം താൻ പിടിച്ചത് കാലിലാണ്, അത് നല്ല തൂണ് പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായം അത് യഥാർത്ഥത്തിൽ
ആനയുടെ ഒരു ഭാഗമാണെങ്കിൽ തന്നെയും അത് ആനയല്ല. അപ്പോൾ അത് ആന കാലുപോലെ അല്ല ഇരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വ്യക്തി പോയിട്ട് തപ്പി നോക്കിയത് അതിൻ്റെ വാല. അപ്പോൾ വാല് പിടിച്ചു കഴിഞ്ഞപ്പോൾ ആ കുരുടൻ പറഞ്ഞു, ആനയെന്ന് പറഞ്ഞാൽ അത് ചൂല് പോലെ. ആനയെന്ന് പറഞ്ഞാൽ അത് ചൂല് പോലെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഭാഗം അനുസരിച്ച് അദ്ദേഹം പറയുന്ന ആ കാര്യം ശരിയാണെങ്കിലും ആന ചൂല് പോലെയാണോ ഇരിക്കുന്നത്? അതും ഒരു ഭാഗികമായിരിക്കുന്ന ഒരു അറിവ് മാത്രമാണ്. പിന്നീട് മൂന്നാമത്തെ ആ വ്യക്തി പോയിട്ട് കാണുന്നതിനെ അറിയാമോ? മൂന്നാമൻ അതിൻ്റെ ചെവിയാണ് തപ്പി നോക്കി, ചെവി. അപ്പോൾ അയാൾ വിളിച്ചു പറഞ്ഞു, ആന ഒരു മുറം പോലെയാണ്. ആനയെന്ന് പറഞ്ഞാൽ ഒരു മുറം പോലെയാണ്. അദ്ദേഹം നോക്കി കഴിഞ്ഞപ്പോൾ ഒരു മുറത്തിൻ്റെ ഒരു ഇതുണ്ടല്ലേ ആനയുടെ ചെവിക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ആ ഭാഗികമായ ഒരറിവിൽ നിന്നുകൊണ്ട് താൻ പറഞ്ഞതാണ്. അപ്പോൾ ആന യഥാർത്ഥത്തിൽ ചൂല് പോലെയല്ല, ആന ഒരു ചെവി ഒരു മുറം പോലെയല്ല, ആന ഒരു തൂണ് പോലെയല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതിനെ ശരിയായ രീതിയിലുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെക്കുറിച്ചൊരു ശരിക്കുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ആ ദൈവിക ബോധ്യത്തിന് വിഘാതമായിരിക്കുന്ന അനേക ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 21-22 വാക്യം വായിക്കുമ്പോൾ ഞാൻ വായിക്കാം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടു പോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അപ്പോൾ എന്താ സംഭവിച്ചേ? ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട്, എല്ലാം അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അപ്പം ഇതല്ലേ ഇന്ന് നമ്മൾ കാണുന്നത്, മതങ്ങളിലെല്ലാം കാണുന്നത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ. അവർക്ക് യഥാർത്ഥമായിരിക്കുന്ന ആ സത്യത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ട് അവരെന്ത് സംഭവിച്ചു? അവർക്ക് തോന്നിയ ഓരോ കാര്യങ്ങൾ, രൂപങ്ങളെല്ലാം കൊടുത്ത് അതിനെ ദൈവമായിട്ട് അവർ ആരാധിക്കാൻ തുടങ്ങി. അപ്പം ഇന്നും ഈ ദൈവവചനം ബൈബിള് കയ്യിലുണ്ടായിട്ടും, ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിൾ കരങ്ങളിലുണ്ടായിട്ടും ഈ സത്യം തിരിച്ചറിയാതെ ഈ സത്യത്തെ കൂട്ടിക്കളയുന്ന എത്രയോ പേരുണ്ട്. കാരണം അവർക്ക് ആ സത്യം കാണാൻ, അറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പം അതിൽ ചില കാര്യങ്ങൾ ഞാൻ ഇന്ന് എടുത്ത് പറയാം. അതിന് പ്രത്യേകിച്ചും മുഖ്യമായിട്ടും വളരെ ശക്തമായിരിക്കുന്ന ഈ ഏകദൈവ വിശ്വാസം എന്നുള്ളത്. നമ്മളെല്ലാവരും ഏകദൈവ വിശ്വാസികളാണ്. എന്നാൽ നാം വിശ്വസിക്കുന്നത് ത്രിയേക ദൈവത്തിലാണ്. എന്നാൽ ഒരുവൻ എന്നുള്ള നിലയിൽ അതിനെ അവകാശം പറഞ്ഞ് പറയുന്ന ഒരു ഗ്രൂപ്പ്, ഒന്നല്ല 3 ഗ്രൂപ്പ്, ഈ വിഷയത്തിൽ 3 വ്യക്തിത്വങ്ങളെയും ആധാരമാക്കി അവർ മാത്രമാണ് ദൈവം എന്ന് പഠിപ്പിക്കുന്ന 3 ഗ്രൂപ്പുകളുണ്ട്. അവരെക്കുറിച്ച് പറയുന്നത്, ഒന്ന് യഹോവ സാക്ഷികൾ. അവർ പറയുന്നത് യഹോവ ഏക സത്യദൈവം, യഹോവ എന്ന ഏകനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നുള്ളതാണ് അവരുടെ പഠിപ്പിക്കൽ. അതുപോലെ തന്നെ ഉള്ളൊരു കൂട്ടരാണ് യേശുവിൻ നാമക്കാർ. അവർ പറയുന്നത് യേശു മാത്രം ദൈവം. അപ്പം യഹോവ സാക്ഷികളെ പോലെ ഇവരും ഏകദൈവ വിശ്വാസികളാണ്. ആ ഏകദൈവം യേശു ആണെന്ന് പഠിപ്പിക്കുന്നു. അവർക്കും ത്രിത്വ വിശ്വാസം ഇല്ല. മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്, അവർ സൽമനസ്സുകാർ എന്ന് പറയും. സാൽമനസ്സുകാർ ഇവരും ത്രിത്വത്തിൽ വിശ്വസിക്കുന്നില്ല. ഇവർ പറയുന്നത് ദൈവം പരിശുദ്ധാത്മാവാണെന്നാണ്. ദൈവം ആത്മാവാണ്. പിതാവിനെതിരെയോ പുത്രനെതിരെയോ പാപം ക്ഷമിക്കപ്പെടുന്നു, പക്ഷേ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ക്ഷമിക്കപ്പെടുകയില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് മാത്രമാണ് ദൈവം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നോക്കണം, പിതാവിനെക്കുറിച്ചൊരു കൂട്ടര്, പുത്രനെക്കുറിച്ച് മറ്റൊരു കൂട്ടര്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വേറൊരു കൂട്ടര്, 3 കൂട്ടര്. അപ്പം നമ്മൾ ആ അന്ധന്മാരെ കണ്ടല്ലോ. അപ്പോൾ ഭാഗികമായിരിക്കുന്ന ഒരറിവ് മാത്രം.
അതിൻ്റെ ശരിയായ അറിവിലേക്ക് നാം വരണം. അപ്പം ഈ യഹോവ സാക്ഷികൾ എന്ന് പറയുമ്പോൾ അവർ ത്രിത്വോപദേശം നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല, അവർ ക്രിസ്തുവിൻ്റെ ദൈവത്വം അവർ നിഷേധിക്കുന്നു. ക്രിസ്തു ദൈവമാണെന്ന് അവർ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് മനുഷ്യനായ യേശു മരിച്ചു. ശിഷ്യന്മാർക്ക് വെളിപ്പെട്ട ശരീരം മരത്തിൽ അടിച്ച ശരീരമല്ല. അവർ മരിച്ച ശരീരത്തോട് സാദൃശ്യമുള്ള മറ്റൊരു ശരീരമാണ്. അങ്ങനെ ഒരു ശരീരം സ്വീകരിച്ചതാണ്, അല്ലാതെ ആ മരിച്ച ആ യേശുവിൻ്റെ ശരീരമല്ലായിരുന്നു എന്ന്. നോക്കണേ, എത്ര വിചിത്രമായിരിക്കുന്ന അഭിപ്രായമാണ്. മാത്രമല്ല, അവർ പഠിപ്പിക്കുന്ന മറ്റൊരു ഭയങ്കരമായിരിക്കുന്ന കാര്യം, പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ അദൃശ്യമായ പ്രവർത്തന ശക്തിയാണെന്ന്. അതൊരു വ്യക്തിയല്ല, അതൊരു ശക്തിയാണ്. ആത്മാവ് ഒരു ശക്തിയാണെന്ന് മാത്രമാണ് അവർ പഠിപ്പിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഏറ്റവും വലിയ ഒരു ഗുരുതരമായ ഒരു ശിക്ഷണം, നരകം ഇല്ല. നോക്കണം. അപ്പം പിന്നെ എങ്ങനെയൊക്കെ ജീവിച്ചാലും അവർ അവസാനം അങ്ങ് സ്വർഗത്തിലെത്തും. നോക്കണേ. കാരണം അവർ പറയുന്നത് ദൈവം സ്നേഹമാണെങ്കിൽ ആ സ്നേഹത്തിൽ ഒരിക്കലും ഒരു വ്യക്തിയെ നരകത്തിൽ തള്ളാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അവർ പറയുന്നതിൻ്റെ സാരം. അപ്പോൾ നമ്മൾ ചിന്തിക്കണം. അപ്പം എത്ര ഗൗരവമുള്ള, കർത്താവ് തന്നെ പഠിപ്പിച്ച കാര്യമാണ് നരകമുണ്ട് എന്നുള്ളത്. എന്നാൽ അതിനെതിരെയാണ് ഈ യഹോവ സാക്ഷികൾ അവർ പറയുന്നത്. രണ്ടാമത് നമ്മൾ കണ്ടല്ലോ, യേശുനാമക്കാർ ത്രിത്വ വിശ്വാസം തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന വളരെ ശക്തരായൊരു ഗ്രൂപ്പാണ്. അപ്പം ത്രിത്വം തെറ്റാണെങ്കിൽ ആദ്യം തന്നെ തെറ്റുപറ്റിയത് കർത്താവായ യേശു ക്രിസ്തുവിനാണ്, ഒപ്പം ശിഷ്യന്മാർക്കും. നോക്കണം, ത്രിത്വം തെറ്റാണെന്ന് പറയുമ്പോൾ ആദ്യമായി ഇതിനകത്ത് തെറ്റുപറ്റിയിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനാണ്. കാരണം ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളോട്, കർത്താവ് പറഞ്ഞ ചില വാക്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം, യോഹന്നാൻ 14-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. അവിടെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. അപ്പം ഞാനും പിതാവുമായി, രണ്ടുപേരായേ. ചോദിക്കുക, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പോൾ നോക്കുക, ഇവിടെ 3 വ്യക്തിത്വങ്ങളെയും വ്യക്തമായും കർത്താവ് പറയുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഉണ്ട്, പിതാവാൻ ദൈവമുണ്ട്, കാര്യസ്ഥൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ത്രിയേക ദൈവത്തെക്കുറിച്ച് കർത്താവ് തന്നെയാണ് വളരെ വ്യക്തമായും പഠിപ്പിച്ചത്. ഇനി അതേ അധ്യായത്തിന് 23-ാം വാക്യം, 14-23. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. നോക്കണം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തി, വീണ്ടും ജനിച്ച വ്യക്തി, പരിശുദ്ധാത്മാവുള്ള വ്യക്തിയോട് പറയുകയാണ്, ഞാനും പിതാവും വന്ന് പരിശുദ്ധാത്മാവുള്ള ആ വ്യക്തിയോട് കൂടെ വാസം ചെയ്യും. അവിടെ എത്ര പേരുണ്ട്? 3 പേരുണ്ട്. നോക്കുക. അപ്പം ഈ വാക്യങ്ങൾ, ഇനി അതിൻ്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ, അതിൻ്റെ 26, അതേ അധ്യായം, യോഹന്നാൻ 14:26. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഇവിടെ എത്ര പേരുണ്ട്? ഇവിടെയും 3 പേര്. നോക്കുക, ഞാനുണ്ട്, പിതാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ ഈ ദൈവത്തിലുള്ള ഈ 3 വ്യക്തിത്വങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് നമ്മുടെ കർത്താവ് തന്നെയാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റും? ഇനി അതിൻ്റെ 15-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം ഞാൻ വായിക്കാം.
15:24. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ലെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴോ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. നോക്കണം, ഇവിടെയും കർത്താവ് ചെയ്ത ഓരോ പ്രവൃത്തികളെ കുറിച്ച് പറയുമ്പോൾ പറയാണ്, അവർ എന്നെയും പിതാവിനെയും. നോക്കുക, ദൈവത്വത്തിലുള്ള ആ ത്രിത്വം എത്ര വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിന് 17:1 ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞു തന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ആരെയാണ് സംബോധന ചെയ്യുന്നത്? പിതാവിനെ. ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അതിൻ്റെ യോഹന്നാൻ 8-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യം ഞാൻ വായിക്കാം. യോഹന്നാൻ 8-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 19 വരെ. ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടെ ആകയാൽ എൻ്റെ വിധി സത്യമാകുന്നു. 2 മനുഷ്യരുടെ സാക്ഷ്യം സത്യമെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. അപ്പോൾ ഇവിടെ കർത്താവ് വീണ്ടും ആ ബഹുത്വത്തെ ചൂണ്ടിക്കാണിക്കുക. ഇനിയും നമ്മൾ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. 1 യോഹന്നാൻ അതിൻ്റെ 5-ാം അധ്യായം 7-ാം വാക്യം. ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ. സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ട്, ആത്മാവ്, ജലം, രക്തം. ഈ 3ൻ്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. നോക്കുക, ഇവിടെയും അത് പ്രത്യേകം എടുത്തു പറയുക. അപ്പോൾ ഇവിടെ ഈ KJV തർജ്ജമയിൽ പറഞ്ഞിരിക്കുന്നത് പിതാവ്, വചനം, പരിശുദ്ധാത്മാവ്, ഈ 3 ഒന്ന് തന്നെ എന്നാ. ഈ 3 ഒന്ന് തന്നെ എന്നാ അതിൻ്റെ പരിഭാഷ, ശരിയായ പരിഭാഷ. അപ്പോൾ നോക്കുക, ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ അത് വളരെ വ്യക്തമായിരുന്നു. ഇനി ശിഷ്യന്മാർ പഠിപ്പിച്ചപ്പോഴും ഈ ത്രിയേക ദൈവത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. കണ്ടോ, ഇവിടെ ത്രിയേക ദൈവത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറയുന്നത് കൃപാവരങ്ങളെ പകരുന്ന ആരാണ്? അത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തെ ഇവിടെ ശിഷ്യന്മാരുടെ ഉപദേശത്തിൽ വളരെ വ്യക്തമായിട്ട് എടുത്ത് കാണിച്ചിരിക്കുക. നിങ്ങൾക്കത് ഗ്രഹിക്കാൻ പ്രയാസമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് പറയാണ് ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. അപ്പം ഒരേ ഒരു കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച്, പുത്രനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഒരേ ഒരു കർത്താവ്. എന്നിട്ട് 3ാമത് പറയുകയാണ് വീര്യപ്രവർത്തിയിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. ഇവിടെ പിതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. അപ്പോൾ പിതാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും വ്യക്തമായ പഠിപ്പിക്കൽ ശിഷ്യന്മാരുടെ പഠിപ്പിക്കലുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യം, 8-ാം അധ്യായം 6-7 വാക്യത്തിൽ വായിക്കുമ്പോൾ, ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണാബോധനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമുമാകുന്നു. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. കണ്ടോ, എല്ലാവരിലും ഈ അറിവില്ല. പ്രിയ ദൈവമക്കളെ, ഇത് ഒന്ന് ശരിയായിട്ടൊന്ന് വെളിപ്പെട്ട് കിട്ടുക എന്നുള്ളത് ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ നമുക്കറിയില്ല. അതും നമുക്ക് വ്യക്തമായി തിരുവചനത്തിലൂടെ നമുക്കത് കിട്ടുവാനായിട്ട് കഴിയണം. നമ്മൾ വീണ്ടും വായിക്കുമ്പോഴത്തേക്കും നമ്മൾ ശിഷ്യന്മാരുടെ പഠിപ്പിക്കലുകളിൽ യോഹന്നാൻ പറയുമ്പോൾ 1 യോഹന്നാൻ അതിൻ്റെ 1-ാം അധ്യായം
1 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. കണ്ടോ? അപ്പോൾ പിതാവിനോടും പുത്രനോടും ഞങ്ങൾക്ക് കൂട്ടായ്മയുണ്ട്. അപ്പോൾ ഞങ്ങളിൽ ആര് വസിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ച വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് എന്തുണ്ട്? പിതാവിനോടും പുത്രനോടും കൂട്ടായ്മയുണ്ട് എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. ഇനി നമ്മൾ അതിൻ്റെ 2-ാം അധ്യായം 22 മുതൽ 24 വരെ വായിക്കുമ്പോൾ അതിൻ്റെ 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 22 മുതൽ യേശു ക്രിസ്തുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നതല്ലാതെ കള്ളൻ ആറാകുന്നു. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു ആകുന്നു. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവും ഉണ്ട്. നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. എത്ര ഗഹനമായ കാര്യമാണ് ഇവിടെ യോഹന്നാൻ പറയുന്നത് ചിന്തിക്കുക. അപ്പോൾ യഥാർത്ഥ വീണ്ടും ജനിച്ച ഒരു ദൈവത്തിൻ്റെ പൈതൽ ആത്മാവിൽ വീണ്ടും ജനിക്കുന്നു. അവര് കർത്താവ് പറയുന്ന പഠിപ്പിക്കലുകളെ വിശ്വസിക്കുന്നുവെങ്കിൽ അവര് പിതാവിലും പുത്രനിലും വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ശിക്ഷണത്തെ എത്ര ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ട് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കണം. എന്നിട്ട് തൻ്റെ 2-ാം ലേഖനത്തിൽ, യോഹന്നാൻ്റെ 2-ാം ലേഖനം അതിൻ്റെ 9 മുതൽ 11 വരെ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് എന്താണ്? ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട്. ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വരുന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. അവന് കുശലം പറയുകയും അരുത്. അവന് കുശലം പറയുന്നവൻ അവൻ്റെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയല്ലോ. അപ്പോൾ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയുമായിട്ടുള്ള കൂട്ടായ്മ പോലും പാപമായിട്ടാണ് തിരുവചനം പറയുന്നത്. ത്രിയേക ദൈവ നിഷേധം തികച്ചും പാപമാണ് പ്രിയമുള്ളവരെ. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ച ഒരു ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ അത് പ്രകാശിപ്പിച്ചു തരാൻ പറ്റൂ. ഇത് നമ്മുടെ ബുദ്ധിമണ്ഡലത്തിലും നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 40-ാം വാക്യം വായിക്കുമ്പോൾ, മത്തായി അതിൻ്റെ 10-ാം അധ്യായം 40-ാം വാക്യം, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. അപ്പോൾ ഇവിടെ ശിഷ്യന്മാരോട് പറയുകയാണ്, ശിഷ്യന്മാരിൽ ആത്മാവുണ്ട്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ എവിടെയെങ്കിലും പോകുമ്പോൾ അവരെ കൈക്കൊള്ളുന്നവർ അവരാരെ കൈക്കൊള്ളുന്ന പറഞ്ഞേ? കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നു. യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവർ പിന്നെ ആരെ കൈക്കൊള്ളുന്നു പറയുന്നത്? പിതാവിനെ കൈക്കൊള്ളുന്നു. പറയുന്നതിൻ്റെ സാരം അവിടെയും ത്രിയേക ദൈവം ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ പിന്നെ എഫേസ്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ, എഫേസ്യർ 2-ന്റെ 18-ാം വാക്യം അവിടെ വായിക്കുന്നത്, അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. അവൻ മുഖാന്തരം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം, ഏകാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ പിതാവെങ്കിലേക്ക്. അപ്പോൾ ത്രിയേക ദൈവത്തെ എടുത്തു പറയുകയാണ്. അപ്പോൾ ശിഷ്യന്മാരുടെ പഠിപ്പിക്കലുകളിലെല്ലാം വളരെ വ്യക്തമായും നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ് ഈ ത്രിയേക ദൈവം എന്നുള്ള കാര്യം. അതൊരു ചെറിയ കാര്യമാണോ ദൈവമക്കളെ? നമ്മൾ ചിന്തിക്കുക. നമുക്കറിയാം, നമ്മൾ സ്തെഫാനോസ് കല്ലേറ് കൊണ്ട് മരിക്കുന്ന സമയം സ്തെഫാനോസ് പറയുന്ന സാക്ഷ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് വളരെ ഗൗരവമല്ലേ പ്രിയമുള്ളവരെ? സ്തെഫാനോസ് എന്താ പറയുന്നത്? 7-ന്റെ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 56-ാം വാക്യം, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? മരിക്കാൻ പോകുന്ന ആ വ്യക്തി അങ്ങനെ കള്ളം പറയുമോ? കല്ലേറ് കൊണ്ട് മരിക്കാൻ പോകുകയാണ്. ആ സമയത്ത് സ്തെഫാനോസ് പറയുന്ന സാക്ഷ്യമാണ്.
നോക്കണം. അപ്പം ഇത് കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 62-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞൊരു സാക്ഷ്യം അത് ഇതിനോട് ചേർത്ത് നമുക്ക് പഠിച്ചാൽ വളരെ നല്ലതാണ്. ഞാനാകുന്നു മനുഷ്യപുത്രൻ, സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളോട് വരുന്നതും നിങ്ങൾ കാണും. അപ്പോൾ മനുഷ്യപുത്രൻ എവിടെ ഇരിക്കുന്നേ? സർവശക്തന്റെ വലത്തുഭാഗത്ത്. അപ്പോൾ ഇവിടെ സമാനസ് എന്താ കണ്ടേ? സർവശക്തന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതാകണ്ടേ. കാരണം തൻ്റെ ഭക്തനെ എതിരേൽക്കാൻ കർത്താവ് നിൽക്കുന്നതായിട്ട് കാണുക. ഇവിടെ കർത്താവ് തന്നെ പറഞ്ഞ വാക്യമാണ്. ആ വാക്യത്തിൻ്റെ ഒരു നിറവേറലായിട്ട് സ്തെഫാനോസിൻ്റെ മരണസമയത്ത് നമുക്കത് കാണുവാനായിട്ട് കഴിയും. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ സഭയുടെ ഐക്യത്തോടുള്ള ബന്ധത്തിൽ അവിടെ പറയുമ്പോഴും ഈ ത്രിയേക ദൈവത്തെ കാണാൻ കഴിയും. നമ്മൾ എഫേസ്യർ 4-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ. ഇതൊക്കെ അപ്പോൾ കർത്താവ് ഒരുവൻ, പിന്നെ വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. നോക്കുക, അപ്പോൾ അതിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിപ്പിൻ. അപ്പോൾ ആത്മാവ് അവിടെയുണ്ട്, പുത്രൻ അവിടെയുണ്ട്, പരിശുദ്ധാത്മാവാം ദൈവവും അവിടെ, പിതാവാം ദൈവവും അവിടെയുണ്ട്. നോക്കുക, എത്ര വ്യക്തമായിട്ടുള്ള ചിത്രമാണ്. അപ്പോൾ ശിഷ്യന്മാരുടെ പഠിപ്പിക്കലുകളിലും പിന്നെ നമുക്കിത് കാണുവാനായിട്ട് കഴിയും. അപ്പം യേശുനാമക്കാർ പറയുന്നത് പിതാവിനെ പിന്നെ നമ്മൾ യേശുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളതാണ്. അവൻ മാത്രം ദൈവം എന്നുള്ളതാണ്. അപ്പോൾ എന്നാൽ ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നത് പിന്നെ നമ്മൾ ആരാധിക്കേണ്ടത് പിതാവിനെയും പുത്രനെയും ആരാധിക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. കാരണം നമുക്കറിയാം, നമ്മൾ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ കാണുന്ന ആരാധന പിതാവിനെ ആരാധിക്കുന്നതാണ്. ഞാൻ ആ ഭാഗം പെട്ടെന്ന് വായിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നു. പിന്നെ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ 8 മുതൽ 11 വരെയുള്ള വാക്യം അവിടെ വായിക്കുമ്പോൾ, 4 ജീവികളും ഓരോരുത്തരും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായി ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലിടും. ഇവിടെ കാണുന്ന ഈ ആരാധന പിതാവിനെ ആരാധിക്കുന്ന ആരാധനയാണ്. എന്നാൽ നമ്മൾ 5-ാം അധ്യായത്തിൽ കാണുന്ന ആരാധനയോ, വെളിപ്പാട് 5-ാം അധ്യായത്തിൽ കാണുന്ന ആരാധന പുത്രനെ ആരാധിക്കുന്ന ആരാധനയാണ്. അതിൻ്റെ 12 മുതൽ 14 വരെയുള്ള 5-ാം അധ്യായം 12 മുതൽ 14 വരെ അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലയിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ള ഒക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞ് മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. നോക്കുക, ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ പിതാവിനെയും പുത്രനെയും ആരാധിക്കുന്നതായിട്ട്. അവർ ആരാധനയ്ക്ക് യോഗ്യരാണ്. ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യം. വീണ്ടും യേശു നാമങ്ങൾ പറയുന്ന മറ്റൊരു കാര്യം, ഈ പുതുജനനം എന്നുള്ളത് സ്നാനത്താലാണെന്ന് അവർ പഠിപ്പിക്കുന്നത്. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പുതുജനനം അല്ലെങ്കിൽ വീണ്ടും ജനനം നടന്നതാണ്. ഭയങ്കരമായ സ്നാനം വീണ്ടും ജനിച്ചവർക്കാണ്. വീണ്ടും ജനനത്താലല്ല, വീണ്ടും ജനനം സ്നാനത്താലല്ല. വളരെ നമ്മൾ ഗഹനമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനത് നാളത്തെ ക്ലാസ്സിലേക്ക് അത് പറയാമെന്ന് വിചാരിക്കുക. മാത്രമല്ല, അവർ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. സ്നാനം യേശുവിൻ്റെ നാമത്തിൽ മാത്രമെന്നാണ് അവർ പഠിപ്പിക്കുന്നത്.
സ്നാനം നടക്കേണ്ടത് യേശുവിൻ്റെ നാമത്തിൽ മാത്രമായിരിക്കണം. ഞാൻ ഈ വിഷയം നാളത്തെ ക്ലാസ്സിൽ ഒന്നുകൂടെ വിശദമാക്കി തരാം. നമ്മൾ ത്രിയേക ദൈവം എന്നുള്ള ആ പഠിപ്പിക്കൽ നമുക്ക് ഒന്ന് ഗ്രഹിക്കുവാൻ അത്ര എളുപ്പമല്ല. എങ്കിലും നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൂർണ്ണമായും വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് അനേക ദുരുപദേശങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമ്മൾ സത്യവചനത്തെ ശരിയായി വിഭജിച്ച് പഠിച്ച് ആ സത്യത്തിൽ നിൽക്കുവാൻ, അങ്ങനെ കർത്താവിന് പ്രയോജനവും പ്രസാദവും വരുന്നൊരു ജീവൻ നയിച്ച് കർത്താവിങ്കിൽ നമുക്ക് കാണപ്പെടുവാൻ, കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ കർത്താവ് നമുക്ക് ഇടയാക്കട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.